ഈ കണ്ണീരിൻ താഴ്വരയിൽ എന്നെ കാക്കുന്ന കരുണാമയൻ, ഇരുളേറുന്ന നേരങ്ങളിൽ വഴി കാട്ടുന്നൊരജപാലകൻ. ഈ കണ്ണീരിൻ താഴ്വരയിൽ എന്നെ കാക്കുന്ന കരുണാമയൻ, ഇരുളേറുന്ന നേരങ്ങളിൽ വഴി കാട്ടുന്നൊരജപാലകൻ. എൻ്റെ ദുഃഖങ്ങളേറ്റെടുക്കും, എൻ്റെ ഭാരങ്ങൾ ലഘുവാക്കിടും. എൻ്റെ ദുഃഖങ്ങളേറ്റെടുക്കും, എൻ്റെ ഭാരങ്ങൾ ലഘുവാക്കിടും. എൻ്റെ കണ്ണീരു കണ്ടാലോടിയെത്തും, തൻ്റെ മാറോടു ചേർത്തെന്നെയുറക്കും. പ്രിയ സ്നേഹിതനെന്നേശുനാഥൻ, ഈ കണ്ണീരിൻ താഴ്വരയിൽ എന്നെ കാക്കുന്ന കരുണാമയൻ, ഇരുളേറുന്ന നേരങ്ങളിൽ വഴി കാട്ടുന്നൊരജപാലകൻ. എന്നിൽ സുഹൃതങ്ങൾ അവൻ നിറയ്ക്കും, എൻ്റെ കുറവെല്ലാം ഏറ്റെടുക്കും. എന്നിൽ സുഹൃതങ്ങൾ അവൻ നിറയ്ക്കും, എൻ്റെ കുറവെല്ലാം ഏറ്റെടുക്കും. എൻ്റെ കരളൊന്നു പിടഞ്ഞാൽ അവനറിയും, തൻ്റെ വചനം പകർന്നെന്നെ ഉണർത്തും. നല്ല സ്നേഹിതനെന്നേശുനാഥൻ, ഈ കണ്ണീരിൻ താഴ്വരയിൽ എന്നെ കാക്കുന്ന കരുണാമയൻ, ഇരുളേറുന്ന നേരങ്ങളിൽ വഴി കാട്ടുന്നൊരജപാലകൻ. ഈ കണ്ണീരിൻ താഴ്വരയിൽ എന്നെ കാക്കുന്ന കരുണാമയൻ, ഇരുളേറുന്ന നേരങ്ങളിൽ വഴി കാട്ടുന്നൊരജപാലകൻ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 12-ാം വാക്യം. ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം, പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് അറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം, പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് അറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. നിത്യനായ ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, പിശാച് മഹാക്രോധത്തോടെ ഇറങ്ങി വന്നിരിക്കുകയാണ്. പിശാചിനറിയാം ഇനി അല്പകാലമേ ഉള്ളൂ എന്ന്. കർത്താവായ യേശു ക്രിസ്തു ജയാളിയായി വരാറായി, അത് പിശാചിനറിയാം. ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ നാളും നാഴികയും സംബന്ധിച്ച് ആർക്കും അറിഞ്ഞുകൂടാ, പിതാവായ ദൈവത്തിന് മാത്രമേ അറിയാവൂ.
പുത്രൻ തമ്പുരാൻ അറിയുന്നില്ല, സ്വർഗത്തിലെ ദൂതന്മാരറിയുന്നില്ല. എന്നാൽ കാലം അടുത്തു വരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. തിരുവചനം സാക്ഷിക്കുന്നു. സാത്താനും അറിയാം, പിശാചിനും അറിയാം തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന്. അവനിന്ന് ക്രോധത്തോടെ, മഹാക്രോധത്തോടെ ഇറങ്ങി വന്ന് അനേക കുടുംബങ്ങളെ നശിപ്പിക്കുകയാണ്. കുടുംബങ്ങളിൽ കലഹമുണ്ടാക്കുന്നു. ആരാധനയുണ്ടായിരുന്ന കുടുംബങ്ങളിൽ ആരാധന നഷ്ടപ്പെട്ടു പോകുന്നു. സ്തുതി ഉണ്ടായിരുന്ന അധരങ്ങളിൽ സ്തുതി നിലച്ചു പോകുന്നു. സമാധാനം ഉണ്ടായിരുന്നിടത്ത് സമാധാനം കെട്ടുപോകുന്നു. ഐക്യവും സ്നേഹവും പുലർന്നിരുന്ന കുടുംബജീവിതങ്ങളിൽ താറുമാറുകൾ ഉണ്ടാകുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് വന്ന് സാത്താന്യ സേവ എന്ന് പറയുന്ന സൈറ്റനിക് വർഷിപ്പ് എന്ന് പറയുന്ന ഭയങ്കരമായ ഒരു ഭയാനക സംഭവത്തിൻ്റെ, ഭയാനക പ്രതിഭാസത്തിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ ലോകത്തിലെ അനേകം ആളുകൾ ആഴത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നശിച്ചുകൊണ്ടിരിക്കുകയാണ്. സാത്താന്യ സേവ, സാത്താന്യ ആരാധന. ആ ആരാധനാ സ്ഥലത്ത് രക്തം അത് കരുതിക്കൊണ്ടുവന്ന് കുടിക്കാൻ കൊടുക്കും പോലും അല്ല. സാത്താന്യ ആരാധനയുള്ള ഒരാൾ മനുഷ്യനെ കുരുതി കൊടുത്ത് അഥവാ കൊന്ന് രക്തമെടുത്ത് പലരെയും കുടിപ്പിക്കുന്നു. എന്താണ് അങ്ങനെ ചെയ്യുന്നത്? സാത്താന്യ ആരാധനയിലേക്ക് അവർ വശീകരിക്കാൻ. ഓരോ ഘട്ടത്തിൽ ഇതെല്ലാം നടക്കും എന്ന് ഡോക്ടർ റിബേക്ക ബ്രൗണിൻ്റെ ചില പുസ്തകങ്ങൾ ഞാൻ വായിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇപ്പോഴത്തെ ചില പീരിയോഡിക്കൽസ്, ക്രിസ്ത്യൻ ജേണൽസ് ചിലത് വായിച്ചപ്പോൾ ഇതെല്ലാം ഇന്ന് നടക്കുന്ന സംഭവങ്ങളാണല്ലോ എന്നറിഞ്ഞ് ഞെട്ടിപ്പോയി. സാത്താന്യ ആരാധനയിൽ പോയ ചില യുവാക്കൾ, ഭയങ്കരമായ ഭീതിയിലായിപ്പോയവർ, മാനസിക അസ്വാസ്ഥ്യം വന്നവർ, മാനസിക രോഗം ബാധിച്ച് സുബോധം നഷ്ടപ്പെട്ടു പോയവർ, ബുദ്ധിമാന്ദ്യം സംഭവിച്ചവർ, അങ്ങനെ ബുദ്ധിയിൽ വൈകല്യം സംഭവിച്ചവർ, ഇങ്ങനെയുള്ളവരെല്ലാം ചില റോക്ക് ഡാൻസസ് എന്നൊക്കെ പറയുന്ന ചില പേക്കൂത്തുകളും ചില കോമാളി വേഷങ്ങളും സ്വർഗഭോഗങ്ങളും പരസ്ത്രീ മോഹങ്ങളും വിവാഹപൂർവ്വ ബന്ധങ്ങളും വിവാഹ ഇതര ബന്ധങ്ങളും ഇതെല്ലാമായി നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലമുറ. എല്ലാൻ്റെയും പിന്നിൽ ആരാണ്? സാത്താൻ തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ ഇറങ്ങി വന്നിരിക്കുകയാണ്. മനുഷ്യരിടയിലൂടെ ഇങ്ങനെ ഇറങ്ങി അവൻ ഊടാടി നടക്കുകയാണ്. അനേകരുടെ വലയിലായിക്കഴിഞ്ഞു. വലിയൊരു കൂട്ടം ജനം സാത്താൻ്റെ വലയിലായിക്കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടാനല്ല. നമ്മുടെ പല പ്രദേശങ്ങളിലും പല നഗരങ്ങളിലും, അത് സമ്പന്ന രാഷ്ട്രമെന്നോ വികസിത രാഷ്ട്രമെന്നോ അറിയുന്ന സ്ഥലങ്ങളിൽ മാത്രമല്ല, അവികസിത രാഷ്ട്രങ്ങളുടെ നഗരങ്ങളിൽ പോലും നടമാടുന്ന കൂത്തരങ്ങുകൾ ഭയാനകമായ സാത്താന്യബാധയുടെ ഭീകര രൂപങ്ങളാണ്. സഹോദരങ്ങളെ, എന്തെല്ലാം അക്രമങ്ങളാണ് നടക്കുന്നത്. അവർ പഠിപ്പിക്കും വിവാഹപൂർവ്വ ലൈംഗിക ബന്ധം പാപമല്ല എന്ന്. വിവാഹ ഇതര, സ്വന്തം ഭർത്താവല്ലാതെ അല്ല, സ്വന്തം ഭാര്യയല്ലാതെ അന്യ ജഡത്തോട് മോഹം വരുന്നതോ അരുതാത്ത രീതിയിൽ ലൈംഗിക ആസക്തി പുലർത്തുന്നതോ പാപമല്ല എന്ന്. അത് സാത്താന്യ ആരാധനയുടെ ഒരു ഭാഗമായി പഠിപ്പിക്കുന്നു പോലും. സഹോദരങ്ങളെ, പല മാരകമായ കാര്യങ്ങൾ ചെയ്യുന്നത്, പല ഭീകര പ്രവൃത്തികൾ ചെയ്യുന്നത്, അത് ഈ സാത്താന്യ ആരാധന എന്ന് പറയുന്ന ഒരു സൈറ്റനിക് വർഷിപ്പ് നടത്തിയില്ലെങ്കിൽ പോലും അതിൻ്റെ ആ സാത്താൻ്റെ വ്യാപാരത്തിൻ്റെ ഫലമായിട്ട് ഇതെല്ലാം ഉണ്ടാകുന്നുണ്ട് എന്ന് നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള സമൂഹത്തിൽ നിന്ന് കാണുവാൻ സാധിക്കും. ഒരുപക്ഷേ ഭാഗ്യവശാൽ നിങ്ങൾ അനേകർ ഇങ്ങനെയുള്ളതായ കൊടും ചതിയിൽപ്പെട്ടിട്ടില്ലായിരിക്കാം. എന്നാൽ ഇതെല്ലാം ചുറ്റുപാടും നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നത് നല്ലതാണ്. സഹോദരങ്ങളെ, നിങ്ങൾ ഓർത്തുകൊള്ളൂ, നാം വളരെ കരുതലോടിരിക്കേണ്ടതാണ്. വചനം പറയുന്നത് എന്താണ്? ഭൂമിക്കും സമുദ്രത്തിന് അയ്യോ കഷ്ടം, അയ്യോ കഷ്ടമെന്ന് സ്വർഗം വിലപിക്കത്തക്കവണ്ണം, നിത്യസ്വർഗം കരയത്തക്കവണ്ണം, കഷ്ടം പറയത്തക്കവണ്ണം അത്ര ഭയാനകമായ കാഴ്ചകളാണ് ഈ ഭൂമിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വാടകക്കൊലകൾ. ആരാണ് ഇതിൻ്റെ പിന്നിൽ? ഒരു ഭീകരനായ പൈശാചികനാണ്.
വാടകക്കൊലയ്ക്ക് പ്രേരിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ ആരാണ്? അതിൻ്റെ പിന്നിൽ ഒരു സാത്താന്യ ശക്തിയാണ്. കൂലിത്തല്ലുകൾ അതിനുവേണ്ടി പുറപ്പെടുന്നതിൻ്റെ പിന്നിൽ, അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ, അതിനുവേണ്ടി കെണിയൊരുക്കുന്നതിൻ്റെ പിന്നിൽ, അതിൻ്റെ പിന്നിൽ സാത്താന്യ ശക്തിയാണ്. സഹോദരങ്ങളെ, എന്തെല്ലാം മാരകമായ അക്രമങ്ങളാണ് നടക്കുന്നത്, ഭയങ്കര സംഭവങ്ങളാണ് നാം കാണുന്നത്. പല കുടുംബങ്ങളിലും ചിലർ ആത്മഹത്യാ പ്രവണത പുലർത്തുന്നു. എന്തുകൊണ്ടാണത്? ആത്മഹത്യാ പ്രവണത. മരിച്ചാൽ മതിയെന്നൊരു തോന്നൽ, മരിക്കണമെന്നൊരു തോന്നൽ, മരിച്ചാൽ മതിയെന്ന്. എന്താണിതിന് കാരണം? മരണം അത് ഹൃദയത്തിൽ ഒരാസക്തി വരികയാണ് പോലും. മരിക്കണമെന്നുള്ളതായി കൊതി ഹൃദയത്തിൽ വരുന്നു. മരിക്കണം എന്നുള്ള ചിന്ത, അത് കേവലൊരു മനോരോഗമെന്ന് പറഞ്ഞ് അങ്ങനെ കൈവിട്ട് കളയേണ്ടതല്ല. അതിന് പിന്നിലൊരു ഭീകരനായ പൈശാചികനുണ്ട്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഈ പൈശാചികനെ, അവനെ ബന്ധിച്ചകറ്റാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുകയുള്ളൂ. യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുവിന് മാത്രമേ ഈ ബന്ധനം അഴിക്കാൻ സാധിക്കുകയുള്ളൂ. പൈശാചിക ശക്തി അത്ര കരുത്തോടു കൂടിയാണ് പാവപ്പെട്ട മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭൂമിയിൽ നിന്ന് ഇവൻ കടന്നുപോയാൽ സ്തുതിയില്ലാത്ത നരകത്തിൻ്റെ ഭീകരതയിലേക്ക് അവനെ കൊണ്ടുപോകണം. മരിച്ചവരും അവന് നിലറിയവരാരും ദൈവത്തെ സ്തുതിക്കുന്നില്ല എന്ന് പറയുന്ന ആ ഭയാനകമായ രംഗത്തേക്ക് ഈ മനുഷ്യനെ കൊണ്ടുപോയി നിത്യ അന്ധകാരത്തിലാക്കണം. നിത്യം എന്നും കരച്ചിലും പല്ലുകടിയുമുള്ള നരകത്തിൻ്റെ ഘോരമായ യാതനയിൽ അവനെ ബന്ധിക്കണം. ഇത് പൈശാചികൻ്റെ പരിപാടിയാകയാൽ അവൻ അതിനുവേണ്ടി ഇന്ന് വളരെ ക്രോധത്തോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൻ ആവേശത്തോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഓരോ ദിവസത്തെയും ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ നാം ഞെട്ടിപ്പോകുന്ന വാർത്തകളാണ് കാണുന്നത്. എത്രയോ നിരപരാധികളാണ് വേട്ടയാടുന്നത്, എത്രയോ നിരപരാധികളാണ് മരിച്ചു വീഴുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു പിഞ്ചോമന കുഞ്ഞിൻ്റെ കുഞ്ഞിക്കാല് കാണാൻ ഇന്ന് മനുഷ്യർ പലരും കൊതിക്കുന്നു. ഒരു ഓമനക്കുഞ്ഞിനെ കിട്ടാൻ കൊതിക്കുന്നു. ഒരാൾ ജനിച്ചു, ആ കുഞ്ഞിൻ്റെ ബാലാരിഷ്ടതകൾ മാറി വളർത്തിയെടുക്കുന്നു, വളർന്നു വരുന്നു. പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ പെട്ടെന്നിത് ഒരു ഘോരമായ ആക്രമണത്തിൽ പെട്ടെന്ന് ആ കുഞ്ഞ് എന്നേക്കുമായി മാതാപിതാക്കൾക്ക് നഷ്ടമായിത്തീരുന്നു. എങ്ങനെ സഹിക്കും? എങ്ങനെ അതിനെ വഹിക്കാൻ സാധിക്കും? എന്താണ് കാരണം? പൈശാചികനിങ്ങനെ അനേകരെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ലോകമെങ്ങും ഇതാണ്, ലോകത്തെമ്പാടും. പണ്ട് സെപ്റ്റംബർ 11 അന്ന് അമേരിക്കയിൽ ആ വലിയ ഭയങ്കരമായ ഭീകരാക്രമണത്തിൽ എത്ര മനുഷ്യജീവനാണ് നശിച്ചത്. അതിനെ തുടർന്ന് പിന്നെയും വേറെ എവിടെയെല്ലാമോ എന്തെല്ലാം ആക്രമണങ്ങളാണ് ഉണ്ടായത്. അതെ, എത്രയോ നിരപരാധികൾ, ഒന്നും അറിയാത്തവർ, പാവങ്ങൾ കൊല്ലപ്പെട്ടു. ഇതിൻ്റെ പിന്നിലൊരു പൈശാചിക ശക്തിയാണ്, ഓർക്കുക. എന്നാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ പേടിക്കേണ്ട. ഈ സാത്താന്യ ശക്തിയെ നശിപ്പിക്കാൻ കർത്താവായ യേശുക്രിസ്തുവിന് കഴിയും. ഈ സാത്താനെ തോൽപ്പിക്കാൻ യേശുക്രിസ്തുവിന് കഴിയും. യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുകയുള്ളൂ. പിശാചേതനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. പിശാച് പ്രവർത്തിക്കുന്ന വിവിധ വിധങ്ങൾ നമുക്ക് ഈ തിരുവചനത്തിൽ കാണുവാൻ സാധിക്കും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ എഫേസോസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സംഭവം ഉണ്ടായി. എഫേസോസ് എന്ന് പറയുന്ന സ്ഥലത്ത്, ഈ എഫേസോസ് എന്ന് പറയുന്നത് അന്നത്തെ വളരെ പ്രസിദ്ധവും ജനപ്പെരുപ്പമുള്ളതും പരിഷ്കാരമുള്ളതുമായൊരു സ്ഥലമായിരുന്നു. പക്ഷേ അവിടെയുള്ള ആളുകൾ ഒട്ടേറെ അന്ധവിശ്വാസികളായിരുന്നു. മന്ത്രവാദവും ക്ഷുദ്രപ്രയോഗവും എല്ലാം ധാരാളം അവർക്കുണ്ടായിരുന്നു. ആഭിചാര പ്രവൃത്തികൾ അവിടെ എല്ലാവർക്കും തന്നെ ഉണ്ടായിരുന്നു. പട്ടണപരിഷ്കാരം മുന്തി നിന്നിരുന്നെങ്കിലും അന്ധവിശ്വാസങ്ങൾ കൊടികുത്തി വാണിരുന്നു. എഫേസോസിൽ അവിടെ ഭൂതബാധയുള്ള ഒരാളുണ്ടായിരുന്നു എന്നാണ് നാം തിരുവചനത്തിൽ വായിക്കുന്നത്. ഭൂതബാധ, പൈശാചിക ബാധ.
അപ്പോസ്തല പ്രവൃത്തി 19 അധ്യായം 13 വാക്യം മുതൽ. എന്നാൽ ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികളായ ചില യഹൂദന്മാർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആണയിടുന്നു എന്ന് പറഞ്ഞു യേശുവിൻ്റെ നാമം ചൊല്ലുവാൻ തുനിഞ്ഞു. ഇങ്ങനെ ചെയ്തവർ മഹാപുരോഹിതനായ സ്കേവ എന്ന ഒരു യഹൂദൻ്റെ 7 പുത്രന്മാരായിരുന്നു. ദുരാത്മാവ് അവരോട്, യേശുവിനെ ഞാൻ അറിയുന്നു, പൗലോസിനെയും പരിചയമുണ്ട്, എന്നാൽ നിങ്ങൾ ആര് എന്ന് ചോദിച്ചു. പിന്നെ ദുരാത്മാവുള്ള മനുഷ്യൻ അവരുടെ മേൽ ചാടി അവരെ കീഴടക്കി ജയിക്കിയാൽ അവർ നഗ്നരും മുറിവേറ്റരുമായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി. ഇത് എഫെസോസിൽ പാർക്കുന്ന സകല യഹൂദന്മാരും യവനന്മാരും അറിഞ്ഞു. അവർക്കൊക്കെയും ഭയം തട്ടി. കർത്താവായ യേശുവിൻ്റെ നാമം മഹിമപ്പെട്ടു. വിശ്വസിച്ചവരിൽ അനേകരും വന്ന് തങ്ങളുടെ പ്രവൃത്തികളെ ഏറ്റുപറഞ്ഞ് അറിയിച്ചു. ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കാണുകെ ചുട്ടുകളഞ്ഞു. അവയുടെ വില കണക്കുകൂട്ടിയാറെ 50,000 വെള്ളിക്കാശ് എന്ന് കണ്ടു. ഇങ്ങനെ കർത്താവിൻ്റെ വചനം ശക്തിയോടെ പരന്ന് പ്രബലപ്പെട്ടു. അപ്പോസ്തലനായ പൗലോസ് എഫേസോസിൽ ചെന്നപ്പോൾ എഫേസോസിൽ ചില അത്ഭുതങ്ങൾ നടന്നു. അപ്പോസ്തലനായ പൗലോസ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ തേജസ്സിനാൽ നിറഞ്ഞ് എഫേസോസിൽ ചെന്നതാണ്. ദൈവാത്മാവ് വഴിനിർത്തി തന്നെ, ആത്മാവ് നിയന്ത്രിച്ച് തന്നെ അപ്പോസ്തലനോട് ചെല്ലാൻ ഇടയായതാണ്. അപ്പോസ്തലനോട് ചെന്നപ്പോൾ അവിടെ ദൈവത്തിൻ്റെ തിരുവചനം പറഞ്ഞപ്പോൾ ദിനംപ്രതി അവിടെ തിരുവചനം സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ 2 സംവത്സരത്തോളം അവിടെ തിരുവചനം സംസാരിച്ചപ്പോൾ ചില അത്ഭുതങ്ങളുണ്ടായി. 19 അധ്യായം 10 വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. അത് 2 സംവത്സരത്തോളം നടക്കിയാൽ ആസിയയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരും എല്ലാം കർത്താവിൻ്റെ വചനം കേൾപ്പാൻ ഇടയായി. ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവർത്തികളെ ചെയ്യിക്കിയാൽ അവൻ്റെ മെയ്മേൽ നിന്ന് റൂമാലും ഉത്തരീയവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു. പൗലോസോടെ പ്രവർത്തിക്കാൻ ചെന്നപ്പോൾ ദൈവത്തിൻ്റെ തിരുവചനം ആ ദേശത്ത് ഇറങ്ങിയപ്പോൾ തിരുവചനത്തിലൂടെ അത്ഭുത ശക്തി, പരിശുദ്ധാത്മശക്തി ആ ജനത്തിൻ്റെ മേൽ പകർന്നപ്പോൾ അപ്പോൾ അപ്പോസ്തലനായ പൗലോസിൽ ഊന്നി നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചത് മൂലം അനേകം രോഗികൾക്ക് സൗഖ്യം കിട്ടി, വ്യാധികൾ വിട്ടുമാറി, ദുരാത്മാക്കൾ വിട്ടുപോയി. പലരിൽ നിന്നും ദുരാത്മാക്കൾ വിട്ടുപോയി. അപ്പോൾ അവിടെയുള്ള ഒരു പുരോഹിതനുണ്ടായിരുന്നു. അത് ഒരു മഹാപുരോഹിതനായിരുന്നു. സ്കേവ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. മഹാപുരോഹിതനായ സ്കേവ എന്ന ഒരു യഹൂദൻ്റെ 7 പുത്രന്മാർ. അവരെ ഒരു വീട്ടിൽ ചെന്നു. ആ വീട്ടിൽ ദുരാത്മാവുള്ളൊരു മനുഷ്യനുണ്ട്. ദുരാത്മബാധയുള്ള മനുഷ്യൻ ഞെരിക്കുകയും പിടയ്ക്കുകയും പലരോടും വളരെ വയലൻ്റായി പെരുമാറുകയും ചെയ്യുന്ന ദുരാത്മബാധയുള്ള ഒരു മനുഷ്യനോടെ ഉണ്ടായിരുന്നു. ഇവരെ അവിടെ ചെന്നു. അവർ ചെന്നിട്ട് ദുരാത്മാവിനോട് അവർ കൽപ്പിച്ചു, വിട്ടുപോകാൻ കൽപ്പിച്ചു. ഈ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ദുരാത്മാവിനോട് ഈ 7 പുത്രന്മാർ, ഏത് സ്കേവ എന്ന മഹാപുരോഹിതൻ്റെ 7 പുത്രന്മാർ ദുരാത്മാവിനെ വിട്ടുപോക എന്ന് കൽപ്പിച്ചു. പൗലോസ് ചില ദുരാത്മബാധിതരെ അടുക്കൽ ചെന്ന് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോക എന്ന് പറയുന്നത് അവർ കേട്ടിട്ടുണ്ട്. അതുപോലെ ഈ ചെറുപ്പക്കാർ അവരും ഇതുപോലെ പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോക എന്ന് പറഞ്ഞു. യേശുവിൻ്റെ നാമത്തിൽ നിന്നൊരു വാക്ക് പറഞ്ഞാൽ പിശാച് വിട്ടുപോവുകയില്ല. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാലോ ചെയ്താലോ പിശാച് മാറുകയില്ല. പിശാച് മാറണമെങ്കിൽ യേശുവിൻ്റെ കെയർ ഓഫിൽ ചെല്ലാനുള്ള ആത്മാവിൻ്റെ അനുഭവം വേണം. യേശുവിൻ്റെ നാമത്തിൽ ചെല്ലാനുള്ള അവകാശം വേണം. പ്രിയപ്പെട്ടവരെ, ഒരു വലിയ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേരിലാണ് ഞാൻ വിളിക്കുന്നതെന്ന് പറഞ്ഞ് ഒരാൾ വിളിച്ചാൽ ആരും അനുസരിക്കുകയില്ല. എന്നാൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കയ്യൊപ്പോടുകൂടിയ സീലോടുകൂടിയ ഒരു ലെറ്ററുമായി ഒരാൾ വന്നാലും എല്ലാവർക്കും ഉടനെ അനുസരിക്കാൻ തോന്നും. എന്തുകൊണ്ട്? അതിൽ ആ സീലുണ്ട്, ആ മുദ്രയുണ്ട്, അതിൽ ആ പേരുണ്ട്. അല്ല, നമ്മുടെ ഭാരതത്തിലെ ഒരു അംബാസിഡർ, വിദേശ രാജ്യത്തേക്കുള്ള അംബാസിഡർ, അദ്ദേഹം ആ നാട്ടിൽ ചെന്നൊരു കാര്യം പറയുമ്പോൾ ഇവിടുത്തെ പേരിൽ, ഭാരതത്തിൻ്റെ പേരിൽ അദ്ദേഹം ചെല്ലുമ്പോൾ അദ്ദേഹം പറയുന്നതിന് വിലയുണ്ട്. നേരെ മറിച്ച് അദ്ദേഹം സ്വന്തം രീതിയിൽ ചെന്നാൽ വിലയില്ല. ഈ സ്കേവ എന്ന മഹാപുരോഹിതൻ്റെ മക്കൾ അവർ 7 പേരും യേശുവിന് നാമം ചൊല്ലി പൗലോസിൻ്റെ പേരും പറഞ്ഞു. പക്ഷേ ദുരാത്മാവ് വിട്ടുപോയില്ലെന്ന് മാത്രമല്ല, ആ ദുരാത്മാവുള്ള മനുഷ്യൻ അവരോട് പറഞ്ഞു,
യേശുവിനെയും ഞാൻ അറിയുന്നു, പൗലോസിനെയും ഞാൻ അറിയുന്നു. യേശുവിനെ ഞാൻ അറിയുന്നു, പൗലോസിനെയും പരിചയമുണ്ട്. എന്നാൽ നിങ്ങളാര്? നിങ്ങൾക്ക് യേശുവിൻ്റെ മുദ്രയില്ലല്ലോ. നിങ്ങൾക്ക് യേശുവിൻ്റെ നാമം എടുക്കാൻ എന്ത് കാര്യം? പ്രിയപ്പെട്ടവരെ, തന്നെയല്ല ഇത്രയും പറഞ്ഞിട്ട് ഈ ദുരാത്മാവുള്ള മനുഷ്യൻ അവരുടെ മേൽ ചാടി വീണു, അവരെ കഠിനമായി പരിക്കേൽപ്പിച്ചു. വയലൻ്റായി അനേകം ദുരാത്മാക്കൾ ഒരാളിൽ കയറി കൂടിയിരിക്കുകയാണ് ആ മനുഷ്യൻ. ഇവരെ കഠിനമായി ഉപദ്രവിച്ചു. നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ദുരാത്മാവുള്ള മനുഷ്യൻ അവരുടെ മേൽ ചാടി അവരെ കീഴടക്കി ജയിക്കിയാൽ അവർ നഗ്നരും മുറിവേറ്റവരുമായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി. നഗ്നരും മുറിവേറ്റവരുമായി ഓടിപ്പോയി. പ്രിയപ്പെട്ടവരെ, ഇന്ന് പലരും ദുരാത്മബാധ മാറ്റാമെന്നൊക്കെ പറഞ്ഞ് പല സൂത്രവിദ്യകളും പക്ഷെ ചെയ്യുന്നുണ്ടാകാം, ചില വാക്കുകൾ പറയുന്നുണ്ടാകാം. അതിലൊന്നും നിങ്ങൾ കുടുങ്ങിപ്പോകരുത്. യേശുക്രിസ്തുവിൻ്റെ നാമം, യേശുക്രിസ്തുവിൻ്റെ മുദ്ര, ആത്മാവിൻ്റെ മുദ്ര ഹൃദയത്തിൽ പേറുന്നവർ, യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവർ, യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ മാത്രം നിൽക്കുന്നവർ, അവർക്ക് മാത്രമേ സാത്താന്യ ബാധയെ അകറ്റുവാൻ സാധിക്കുകയുള്ളൂ. അതും ഒരു സ്ഥലത്ത് ഒരു സാത്താന്യബാധ മാറ്റിയെന്ന് വെച്ച് ആ ആൾക്ക് സ്വന്തമായി ശക്തിയില്ല, അടുത്തൊരു വീട്ടിൽ അല്ല അടുത്തൊരാളുടെ അടുക്കൽ അത് ചെയ്യാൻ സാധിക്കണമെന്നില്ല. കാരണം ക്രിസ്തുവാണിതെല്ലാം ചെയ്യുന്നത്, ക്രിസ്തുവാണെല്ലാം പ്രവർത്തിക്കുന്നത്. നിങ്ങളൊരിക്കൽ ഞാൻ പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു, അപ്പോസ്തലനായ പൗലോസ് എത്രയോ രോഗികൾക്ക് സൗഖ്യം കൊടുക്കുന്നു. പൗലോസ് പ്രാർത്ഥിച്ചു, എത്രയോ രോഗികൾക്ക് സൗഖ്യം കിട്ടി. അപ്പോസ്തലനായ പൗലോസിന് പക്ഷേ രോഗമുണ്ട്. ആ രോഗം കർത്താവ് മാറ്റിയില്ല. അതെന്തുകൊണ്ടാണ്? നമുക്കാർക്കും അറിഞ്ഞുകൂടാ. അപ്പോസ്തലനായ പൗലോസ് അങ്ങ് മിലേത്തോസിൽ ചെന്നപ്പോൾ അവിടെ വിശ്വാസിയായ ഒരാളുണ്ട്. ത്രോഫിമോസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ത്രോഫിമോസ്. ഈ ത്രോഫിമോസിനെ അപ്പോസ്തലൻ പ്രാർത്ഥനയിൽ വഹിച്ചു. രോഗിയായി ത്രോഫിമോസ് കിടക്കുകയാണ്. ത്രോഫിമോസിന് വേണ്ടി പ്രാർത്ഥിച്ചു, പക്ഷേ രോഗം മാറിയില്ല. അപ്പോസ്തലൻ പിന്നീട് ഒടുവിലത്തെ ലേഖനത്തിൽ ത്രോഫിമോസിനെ കുറിച്ച് പറയും. രണ്ടാമത്തെ ലേഖനം, തീമോത്തിയോസിൻ്റെ രണ്ടാമത്തെ ലേഖനം 4-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയും, ത്രോഫിമോസിനെ ഞാൻ മിലേത്തോസിൽ രോഗിയായി വിട്ടേച്ചു പോന്നു എന്ന്. എന്തുകൊണ്ടാണ് അവിടെ സാധിക്കാഞ്ഞത്? ഉടയം വരാൻ അറിയാം, നമുക്കാർക്കും അറിഞ്ഞുകൂടാ. എന്തുകൊണ്ടാണ് അപ്പോസ്തലൻ അവിടെ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് വന്ന് ആ മനുഷ്യൻ രോഗം മാറ്റാത്തത്? സ്വർഗത്തിലെ ദൈവം മാത്രം അറിയുന്നു. കാരണം രോഗം മാറ്റുന്നതും പിശാചിൻ്റെ ബാധ മാറ്റുന്നതും സാത്താൻ്റെ ബന്ധനം അഴിക്കുന്നതെല്ലാം ക്രിസ്തുവിൻ്റെ അപ്രമേയ ശക്തിയാണ്. എൻ്റെ സ്നേഹിതരെ, നിങ്ങളോട് ഞാൻ വളരെ എളിമയോടെ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ സാത്താൻ ഏതെങ്കിലും കാര്യത്തിൽ ഇടമുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ സാത്താൻ ഇടമുള്ളിടത്തെല്ലാം യേശുക്രിസ്തുവിന് പ്രവർത്തിക്കാൻ നിങ്ങൾ വിട്ടുകൊടുത്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നിങ്ങളുടെ മക്കൾക്കും തലമുറകൾക്കും ആശ്വാസം ലഭിക്കുകയുള്ളൂ. തലമുറകളായി അനുഗ്രഹം പ്രാപിക്കുകയുള്ളൂ. നിങ്ങളുടെ മക്കൾ വഴിതെറ്റി പോകുന്നുണ്ടോ? നിങ്ങൾ നിരാശപ്പെടരുത്. നിങ്ങളുടെ കുടുംബത്തിൽ ചില അസ്വസ്ഥതകളുണ്ടോ? നിങ്ങൾ തളരരുത്. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ സാത്താൻ അവകാശം പറയുന്ന കാര്യങ്ങളുണ്ടോ? ഓരോന്നും കണ്ടിട്ടും നിങ്ങൾ നിരാശപ്പെടരുത്. നിങ്ങൾ ശാന്തമായിട്ടിരുന്നിട്ട് നിങ്ങൾ പറയണം, കർത്താവേ, ക്രൂസിൽ എനിക്ക് വേണ്ടി തിരുരക്തം ചിന്തിയ രക്ഷക, നിൻ്റെ തിരുരക്തം എൻ്റെ മേലുള്ള പൈശാചിക ബാധ അകറ്റുവാൻ മതിയായതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ദുശ്ശീലം മാറ്റുവാൻ, എൻ്റെ ദുസ്വഭാവം മാറ്റുവാൻ നാഥ നിൻ്റെ അത്ഭുത കൃപയ്ക്ക് മാത്രമേ സാധിക്കൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, ഈ ലോകത്ത് ആരെയും പോയി കാണാൻ എനിക്ക് കഴിവില്ല. എൻ്റെ ദൈവമേ, എനിക്കൊന്നും ചെയ്യാനുള്ള പ്രാപ്തിയില്ല. എൻ്റെ ജീവിതത്തിൽ ഒന്നുപോയ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാനുള്ള പ്രാപ്തിയും എനിക്കില്ല. എൻ്റെ ദൈവമേ, തിരുത്താലും തീരാത്ത പാപങ്ങൾ എനിക്ക് വന്നുപോയി. പ്രായശ്ചിത്തം ചെയ്യാൻ പാടില്ലാത്തതും പറ്റാത്തതുമായ ജീവിതത്തിലെ തെറ്റുകളും കുറ്റങ്ങളും എനിക്ക് വന്നുപോയി. എൻ്റെ ദൈവമേ, തിരുത്താനാവാത്ത അബദ്ധങ്ങൾ എനിക്ക് സംഭവിച്ചു പോയി. ഉടയവനെ, നിന്നോട് യാചിക്കില്ല, എനിക്ക് വേറെ പോകാൻ വഴിയില്ല. എൻ്റെ മേൽ അവകാശം പറയുന്ന പൈശാചികനെ കർത്താവേ, നീ എഴുന്നള്ളി വന്ന് അവനേൽ നിന്ന് മാറ്റിത്തരണമേ. എൻ്റെ ഹൃദയത്തിൽ നിന്ന് സാത്താന്യ ബാധയെ നീ നീക്കിത്തരണമേ. എന്നോട് നീ മനസ്സലിയണമേ. കർത്താവേ, നീ മനസ്സലിഞ്ഞ് എൻ്റെ അരികിലേക്കൊന്ന് എഴുന്നള്ളി വരണമേ. കർത്താവേ, എൻ്റെ ബന്ധനങ്ങളെ നീ അഴിക്കണമേ. ഒന്നു മാത്രം എനിക്ക് നിന്നോട് പറയാം, അതേ എനിക്ക് എന്നെക്കൊണ്ട് സാധിക്കൂ. എളിമയിൽ ഞാനത് പറഞ്ഞുകൊള്ളട്ടെ. ആ പറയുന്ന വാക്ക് പോലും പൂർത്തീകരിക്കാൻ എനിക്ക് കഴിവില്ല. അതും നിൻ്റെ കൃപയിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. കർത്താവേ, ഈ നിമിഷം മുതൽ യേശുവേ, ഞാനൊരു പുതിയ സൃഷ്ടിയായി ജീവിക്കും. രക്ഷക, ഈ നിമിഷം മുതൽ
ഞാൻ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കും. എൻ്റെ ഈ ദേഹവും എൻ്റെ പ്രാണനും എൻ്റെ ആത്മാവും സമ്പൂർണ്ണയാഗമായി ഞാൻ അവിടുത്തെ പാദപീഠത്തിൽ സമർപ്പിക്കുകയാണ്. എന്നെ നീ ഒന്ന് കനിഞ്ഞ് തൊടണം. നിൻ്റെ ആ പരിശുദ്ധകരം തൊടാൻ യോഗ്യനല്ല ഞാൻ. നിൻ്റെ പരിശുദ്ധകരം സ്പർശിക്കാൻ യോഗ്യനല്ല ഞാൻ. രക്ഷക, നിൻ്റെ ആ തൃക്കരം എന്നെ ഒന്ന് തൊടണമേ. ആ തിരുരക്തം അങ്ങനെ എൻ്റെ മേലൊന്ന് പതിയണമേ. എൻ്റെ ദൈവമേ, ഇപ്പോൾ ഞാനിവിടെ അവിടുത്തെ സന്നിധിയിൽ മുട്ടുമടക്കിയിരിക്കുന്ന ഈ സമയം നിൻ്റെ കരം എൻ്റെ തലമേലൊന്ന് വെക്കണമേ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇപ്പോൾ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുമോ? നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ നിങ്ങളുടെ മുട്ടുകളൊന്ന് മടക്കുമോ? നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ നിങ്ങളുടെ നാഥനെ നിങ്ങൾ വിളിക്കുമോ? അവൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ആയുസ് നിങ്ങൾ കൊടുക്കുമോ? അവനോട് നിങ്ങളൊരു വാക്ക് പറയുമോ? കർത്താവേ, ഇപ്പോൾ ഞാനിതാ എന്നെ തന്നെ നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. മരണത്തോളം ഒരു വിശുദ്ധനായി ഞാൻ നിൽക്കും. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു മരണത്തിന് ശേഷം ഞാൻ അക്കരെ വരുമ്പോൾ സ്തുതിയുടെ സ്വർഗത്തിൻ്റെ സന്തോഷ സാമ്രാജ്യത്തിൽ ഞാൻ എത്തി നിന്നെ നിത്യ ആരാധനയിൽ ഞാനും പങ്കാളിയാകും. ഞാൻ നിൻ്റെ പാദം മൊത്തും ഞാൻ വിശ്വസിക്കുന്നു. ഉടയവനെ, എൻ്റെ ജീവിതം നീ ഏറ്റുവാങ്ങണമേ. നീ എന്നെ സ്വീകരിക്കണമേ. എൻ്റെ ഹൃദയത്തിലേക്ക് നീ എഴുന്നള്ളണമേ. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. കരുണയുള്ള കർത്താവേ, ജീവനുള്ള ദൈവമേ, നിൻ്റെ ഈ മക്കളെ അവിടെ സന്ദർശിക്കണമേ. കർത്താവേ, തീരുമാനമെടുത്തവരുടെ മേൽ അതാ നിന്റെ തൃക്കരം വെക്കണമേ. നിന്റെ തിരുരക്തം പുരട്ടണമേ. സ്വർഗീയ മുദ്ര പതിപ്പിക്കണമേ. സ്വർഗീയ കർമ്മകളും വാഴ്വുകളും നൽകണമേ. എൻ്റെ ദൈവമേ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ സകല അശുദ്ധാത്മാക്കളെയും ദൂരീകരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മ ശക്തിയാൽ, യേശു ക്രിസ്തുവിന്റെ ജയകരമായ നാമത്തിൽ എല്ലാ സാത്താന്യ ശക്തികളെയും നിന്റെ ഈ മക്കളിൽ ദൂരീകരിക്കണമേ. എല്ലാവരെയും വിടുവിക്കണമേ. എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ. എൻ്റെ നാഥന്റെ കൃപയിൽ പൊതിയണമേ. തിരുരക്തത്തിന് മുദ്ര പതിപ്പിക്കണമേ. നിത്യസ്വർഗത്തിന് വേണ്ടി ഒരുക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിന്റെ ജയകരമായ നാമത്തിൽ തന്നെ. ആമീൻ.